ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള മലിഹാബാദ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ മെയ് 9, 2024 രാവിലെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ അവിടെയുള്ള ഒരു വീട്ടിൽ നിന്നുള്ള ഒരു ഒച്ചയും ബഹളവും ഒരു അലർച്ചയും കരച്ചിലും ഒക്കെ കേട്ടിട്ടാണ് അയൽവാസികൾ ആ ഒരു വീട്ടിലോട്ട് ഓടിയെത്തുന്നത്. 35 വയസ്സുള്ള പ്രദീപ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ നിന്നായിരുന്നു അത്തരത്തിലുള്ള കരച്ചിൽ കേട്ടത്. ആളുകൾ അവിടെ എത്തി നോക്കുമ്പോൾ ഹാളിൽ ഒരുപാടധികം വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന പ്രദീപിനെ ആയിരുന്നു അവർ കണ്ടത്. അപ്പോൾ ആളുടെ വൈഫായിട്ടുള്ള രേഖ അടുത്തിരുന്ന് കരയുന്നുണ്ട്. ആളുകളൊക്കെ എന്ത് ചോദിച്ചിട്ടും അവർ മറുപടി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ആകെ തകർന്നു പോയിട്ടിരുന്ന് കരയായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ആളുകൾ പോലീസിനെ വിവരമറിയിക്കുകയാണ്. പോലീസുകാരും നേരെ സ്ഥലത്തോട്ടെത്തി. അതിനോടൊപ്പം തന്നെ പ്രദീപിന്റെ റിലേറ്റീവ്സിനെയും നൈബേഴ്സ് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാരെത്തി നോക്കുമ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു നടന്നിട്ടുണ്ടായത്. അതായത് കഴുത്തിൽ, കയ്യിൽ, കാലിൽ, വയറിൽ തുടങ്ങിയിട്ട് ഒരുപാടധികം വെട്ടേറ്റ പാടുകൾ ആ ഒരു ബോഡിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? പ്രദീപിനെ ആരാണ് കൊലപ്പെടുത്തിയത്? പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. രേഖയുടെ അടുത്ത് നിന്ന് തന്നെയാണ് അവർ അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ഒരു കൃത്യം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ആരാണിത് ചെയ്തത്? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ചോദിക്കുകയുണ്ടായി. അപ്പോൾ രേഖ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ രാത്രി കിടന്നുറങ്ങായിരുന്നു. പിന്നീട് ഒരു രാവിലെ 6 മണിക്കായപ്പോൾ എനിക്കൊരു ഉണർച്ച വന്നു. അപ്പോൾ നോക്കുമ്പോൾ അടുത്ത് കിടന്നിരുന്ന ഹസ്ബൻഡിനെ കാണാനില്ല. അപ്പോൾ എവിടെ പോയിന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ റൂമിൻ്റെ പുറത്ത് ഹാളിൽ വന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു കാഴ്ച കാണുന്നത്. ആ ഒരു കാഴ്ച കണ്ട് ഞാൻ ഒച്ച വെച്ചു. അപ്പോഴാണ് നൈബേഴ്സ് വന്നതും നിങ്ങളെ വിവരം അറിയിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ അരുൺ എന്ന് പറയുന്ന ഈ പ്രദീപിൻ്റെ അച്ഛൻ സ്ഥലത്തോട്ടെത്തുകയാണ്. പിന്നെ തൻ്റെ ഹസ്ബൻഡിനെ കൊന്നത് ആരാണെന്നോ എന്തിനാണെന്നോ തനിക്ക് അറിയില്ല എന്ന് കൂടെ രേഖ പറയുകയാണ്. എന്നാൽ രേഖ പറയുന്നതിൽ എന്തൊക്കെയോ ശരിയല്ല എന്നുള്ളത് പോലീസിന് അപ്പോൾ തന്നെ തോന്നുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ പറയുന്ന രീതി, കാര്യങ്ങളൊന്നും തന്നെ ശരിയായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രദീപിൻ്റെ അച്ഛനായിട്ടുള്ള അരുൺ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആൾ ആ ഒരു ബോഡി കണ്ട് പൊട്ടി പൊട്ടി കരയായിരുന്നു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കരച്ചിൽ പെട്ടെന്ന് ആൾ നിർത്തിയിട്ട് നേരെ രേഖയുടെ മേലേക്ക് തിരിയാണ്. എന്നിട്ട് നീയാണ് എൻ്റെ മകനെ കൊന്നത്, നീ തന്നെയാണ് ഇത് ചെയ്തത്, എനിക്കറിയാം, നീ അത്രയും മോശമായിട്ടുള്ളൊരു സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചത്തെറി പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീയുടെ അടുത്തോട്ട് അടുക്കുകയാണ്. ആ ഒരു സ്ത്രീയെ അടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴത്തേനും പോലീസുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ്. എന്നിട്ടും ആരും സംസാരം നിർത്തിയില്ല. നീയൊക്കെ ഒരു പെണ്ണാണോ? അത്ര നീചയായ ഒരു സ്ത്രീയാണ് നീ. ഞാനും എൻ്റെ മകനും ആ ഒരു കാഴ്ച കണ്ടതുകൊണ്ടല്ലേ നീ എൻ്റെ മകനെ കൊന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു ആളുടെ വായിൽ നിന്ന് വന്നതെന്നാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ പോലീസുകാർ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു അമ്മായച്ചനും മരുമകളും തമ്മിലുള്ള ഇഷ്യൂ? അതുപോലെ തന്നെ ഈ മരുമകൾ തന്നെയാണ് തൻ്റെ മകനെ കൊന്നതെന്ന് ഇത്ര തറപ്പിച്ച് പറയാനുള്ള ഒരു കാരണം എന്താണ്? അതുപോലെ തന്നെ അരുണും പ്രദീപും എന്താണ് കണ്ടു എന്ന് പറയുന്നത്? അങ്ങനെയുള്ള ഒരുപാടധികം സംശയങ്ങൾ പോലീസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ പോലീസുകാർ അപ്പോൾ ഉള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി, അതായത് ബോഡിയും കാര്യങ്ങളും റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. അതിനുശേഷം ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നീട് ആ ഒരു ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം രേഖയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അതൊരു ഫോർമൽ എൻക്വയറി ആയിരുന്നു. പ്രദീപിന് എന്താ സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് രേഖയ്ക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അരുൺ പറഞ്ഞ കാര്യങ്ങളിനെ കുറിച്ച് ഇങ്ങോട്ട് പോലീസുകാർ ചോദിച്ചപ്പോൾ, ഞങ്ങളുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, കല്യാണം കഴിഞ്ഞ് വന്ന ആ ഒരു ടൈം തുടങ്ങിയിട്ട് തന്നെ ഈ അമ്മായച്ചൻ എന്നെ ഇഷ്ടമായിരുന്നില്ല, ഇപ്പോൾ കണ്ടാലും പ്രശ്നങ്ങളാണ്, അപ്പോൾ അതിൻ്റെ പേരിൽ ഓരോന്ന് പറയുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ രേഖ പോലീസിനോട് പറയുകയാണ്. അടുത്തതായിട്ട് ഈ അരുണിനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. പോലീസിന് മനസ്സിലായി ജസ്റ്റ് ഒരു അമ്മായച്ചനും മരുമകളും തമ്മിലുള്ള ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആൾ ഇത്ര വലിയ ഇഷ്യൂ ആ ഒരു മരണ വീട്ടിൽ വെച്ച് ഉണ്ടാക്കില്ല. അപ്പോൾ അയാളുടെ അടുത്ത് പോലീസ് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. എന്താണ് നിങ്ങളും മരുമകളും തമ്മിലുള്ളൊരു പ്രശ്നം? അന്ന് അത്രത്തോളം അടി ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ മകനും കണ്ടു എന്ന് പറഞ്ഞ ആ ഒരു കാര്യം എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഈ അരുൺ ഒരു സ്റ്റോറി പറയുകയാണ്. ആ ഒരു കഥ കേട്ട് പോലീസുകാർ തന്നെ ഞെട്ടിധരിച്ചു പോവുകയായിരുന്നു. ഈ അരുൺ പറഞ്ഞതിൽ വല്ല കഴമ്പുണ്ടോ എന്നുള്ളത് പോലീസുകാർ നോക്കുകയാണ്. അങ്ങനെ രേഖയുടെ ഫോൺ ഡീറ്റെയിൽസും മറ്റുമൊക്കെ ചെക്ക് ചെയ്തപ്പോൾ സ്ഥിരമായിട്ട് 2 നമ്പറുകളിലോട്ട് അവർ കോൾ ചെയ്തിട്ടുള്ളതായിട്ട് പോലീസിന് മനസ്സിലാവുകയാണ്. ആ നമ്പറുകളിൽ നിന്ന് ഇങ്ങോട്ടും കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരുടെയൊക്കെ നമ്പർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ തൊട്ടടുത്തുള്ള നൈബറായിട്ടുള്ള രാജു എന്ന് പറയുന്ന ഒരാളുടെ നമ്പറും പിന്നെ സോനുപാൽ എന്ന് പറയുന്ന മറ്റൊരാളുടെ നമ്പറുമായിരുന്നു. കൃത്യം നടന്നതെന്നും ഇവർ 3 പേരും തമ്മിൽ സംസാരിച്ചിട്ടുള്ളതായിട്ട് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ പോലീസുകാർ ആ 2 പേരെ കൂടെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാണ്.
അപ്പോൾ ഇവരെ 3 പേരെ ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവർ 3 പേരും പറയുന്നതിൽ അവിടെ ഇവിടെ ഒന്നും തൊടുന്നുണ്ടായിരുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഡീപ്പായിട്ട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവരുടേതായിട്ടുള്ള സ്റ്റൈലിലൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ലാസ്റ്റ് ഇവർക്ക് സത്യം പറയേണ്ടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. ലാസ്റ്റ് ഇവർ സമ്മതിച്ചു, ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് ആ ഒരു പ്രദീപിനെ കൊലപ്പെടുത്തിയതെന്ന്. ഇവരാണ് കൊന്നതെന്നുള്ളത് സമ്മതിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്തിനായിരുന്നു ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തതെന്നായിരുന്നു. അപ്പോഴാണ് ഇവരുടെ സ്റ്റോറി പറഞ്ഞു തുടങ്ങുന്നത്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2014 രേഖയുടെയും പ്രദീപിൻ്റെയും കല്യാണം കഴിയുന്നത്. അതിനുശേഷം അവർ അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ടൊക്കെ തന്നെയായിരുന്നു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നിരുന്നത്. അവർക്ക് 2 കുട്ടികളും ഉണ്ടായി. അപ്പോൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, കുട്ടികൾ വലുതായി, അവർ സ്കൂളിലൊക്കെ പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമിലാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് അവരുടെ തൊട്ടടുത്ത് രാജു താമസം തുടങ്ങുന്നത്. അപ്പോൾ രാജുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആളൊരു ബാച്ചിലർ ആയിരുന്നു, ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. തൊട്ടടുത്തുള്ളൊരു നൈബർ ആയതുകൊണ്ട് തന്നെ രാജുവും രേഖയും തമ്മിൽ സംസാരിക്കുകയാണ്. അവരുടെ സംസാരം പതിയെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് മാറുകയാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നീട് ഒരു പ്രണയമായിട്ട് മാറുകയാണ്. ആ ഒരു പ്രണയം പിന്നീടൊരു അവിഹിത ബന്ധത്തിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. അതായത് ഈ ഒരു പ്രദീപ് രാവിലെ ജോലിക്ക് പോയതിന് ശേഷം രാജു ആ ഒരു പ്രദീപിൻ്റെ വീട്ടിലോട്ട് വരുന്നത് പതിവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ആരും അറിയാതെ ആ ഒരു ബന്ധം ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാജുവിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു സോനു ഇടയ്ക്കിടെ രാജുവിൻ്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഈ സോനുവിനെ കണ്ടപ്പോഴും രേഖയ്ക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ്, സോനുവിനായിട്ടും ഇത്തരത്തിലുള്ളൊരു രഹസ്യബന്ധം വേണമെന്നുള്ളത്. അപ്പോൾ ഈ സോനുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാജുവും രേഖയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചൊക്കെ ആൾക്കും നല്ലപോലെ അറിയായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് സോനുവും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോനുവും രേഖയും തമ്മിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. അവർ തമ്മിലും ഇത്തരത്തിലുള്ളൊരു ബന്ധം ഡെവലപ്പ് ചെയ്യുകയാണ്. പിന്നീടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സോനുവും രാജുവും എന്താ പറയുക മാറി മാറി ഈ രേഖയുടെ വീട്ടിലോട്ട് പോകുന്നത് ഒരു പതിവായി മാറുകയാണ്. ഇതുകൊണ്ടൊന്നും രേഖ നിർത്തിയില്ല. ഇവർ 2 പേരുമായിട്ട് ഒരുമിച്ച് കിടക്ക പങ്കിടണമെന്നുള്ളൊരു ആഗ്രഹം അവർക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു സ്ത്രീ ഇവരോട് 2 പേരോടും ചോദിക്കുകയാണ്. 2 പേരും ഓക്കെ പറഞ്ഞു. അങ്ങനെയും അവരുടെ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നും തന്നെ ആരും അറിയാതെ വളരെ സ്മൂത്തായിട്ടായിരുന്നു ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ മെയ് 2 കാര്യങ്ങളെല്ലാം തകിടം മറിയുകയാണ്. അതായത് അന്ന് പ്രദീപിനൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആൾ ആ ഒരു ഫംഗ്ഷന് പോയി. മക്കളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിലോട്ടും പോയി. ആ ഒരു ടൈമിൽ രേഖ കറക്റ്റായിട്ട് ഈ ഒരു രാജുവിനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ പ്രദീപിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ആ ഒരു ഫംഗ്ഷന് പോയിട്ട് ആളുടെ അച്ഛനെ കണ്ടു, അരുണിനെ കണ്ടു. അങ്ങനെ അവർ 2 പേരും അവിടെ നിന്ന് സംസാരിച്ചു. അപ്പോൾ എന്തായാലും അച്ഛാ വീട്ടിലോട്ട് വന്നിട്ട് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫംഗ്ഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആൾ അച്ഛനെയും കൂട്ടി വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വന്ന് നോക്കുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടില്ല. രേഖ ഒരു എന്താ പറയുക ഒരു പ്രാളത്തിലാണോ എന്താണെന്നറിയില്ല, ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ ഡോറ് തുറന്നിങ്ങായിട്ട് അകത്തോട്ട് കയറിയപ്പോൾ ഹാളിലെത്തിയപ്പോൾ തന്നെ ബെഡ്റൂമിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് വരുന്നത് അവർ കേൾക്കുകയാണ്. ബെഡ്റൂമിൻ്റെ ഡോറും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് തുറന്ന് നോക്കിയപ്പോൾ ഇവർ നഗ്നരായിട്ട് ബെഡിൽ കിടക്കുന്ന ആ ഒരു കാഴ്ചയായിരുന്നു ഈ അച്ഛനും മകനും കണ്ടത്. അപ്പോൾ തന്നെ ഇവർ 2 പേരെയും കണ്ട് അവരും പേടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ധരിക്കാനായിട്ട് തുടങ്ങി. ഈ പ്രദീപ് അയാളെ എടുത്തിട്ട് അടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആൾ ഡ്രസ്സൊക്കെ വാരി പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഭാര്യനെ വല്ലാത്ത രീതിയിൽ ചീത്ത പറയാൻ തുടങ്ങി, അതുപോലെ തന്നെ അടിക്കാൻ തുടങ്ങി. അരുണും നല്ല രീതിയിൽ ആ ഒരു സ്ത്രീയെ ചീത്ത പറയാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ പ്രദീപ് കൂടുതലായിട്ട് നോക്കിയപ്പോഴാണ് ഈ രേഖയ്ക്ക് സോനു എന്ന് പറയുന്ന ഒരാളായിട്ടും അതുപോലെ തന്നെ ഈ ഒരു രാജുവിനായിട്ടും ഇത്തരത്തിലുള്ള ബന്ധവും കാര്യങ്ങളുണ്ട്. ഇവർ 3 പേരും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാര്യങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ അറിയുന്നത്. പിന്നീട് ഇയാൾക്ക് വേറെയും സംശയം ഉണ്ടായി. അതായത് ഇവർ 2 പേരും മാത്രമേ ഉള്ളൂ, അല്ല ഇനി വേറെ ആൾക്കാരുണ്ടോ എന്നുള്ളൊരു സംശയം ആൾക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ ആൾ മര്യാദക്ക് ജോലിക്കൊന്നും പോകാതെ കുറച്ച് ദിവസം വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം കള്ളുടിച്ച് വീട്ടിൽ വന്നിട്ട് ഭാര്യനെ എന്താ പറയുക ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം ഇത് തുടർന്നു. രേഖ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ദേഷ്യം വരികയാണ്. പ്രദീപിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള തരത്തിലുള്ളൊരു ചിന്ത അവർക്ക് വരികയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ 2 കാമുകന്മാരെയും കാണാൻ പറ്റുന്നുമില്ല, ഡെയിലി ഇടിയും കൊള്ളണം എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തിയപ്പോൾ തൻ്റെ ഹസ്ബൻഡ് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ മാത്രമേ തനിക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം അവർ ചിന്തിച്ചു കൂട്ടുകയാണ്. അപ്പോൾ അതിനായിട്ട് അവർ തൻ്റെ 2 കാമുകന്മാരുടെയും ഹെൽപ്പ് തേടുകയാണ്. അതായത് ഞാൻ എന്തായാലും എൻ്റെ ഭർത്താവിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ 2 പേരും ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ 2 പേരും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓക്കെ പറയുകയും ചെയ്തു. കാരണം ഈ ഹസ്ബൻഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നിയ പോലെ നടക്കാമെന്നുള്ളൊരു മൈൻഡിലായിരിക്കണം അവർ അതിന് സമ്മതിച്ചത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ 3 പേരും കൂടെ അയാളെ കൊല്ലാനുള്ളൊരു പ്ലാൻ എടുക്കുകയാണ്. പ്രദീപ് വീട്ടിൽ നിന്ന് പുറത്തു പോയ സമയത്ത് വളരെ രഹസ്യമായിട്ടായിരുന്നു അവർ ഇത്തരത്തിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത്.
അപ്പോൾ രാജു ആരും അറിയാതെ ഉറക്കഗുളികയും കാര്യങ്ങളൊക്കെ ആ ഒരു സ്ത്രീക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ മെയ് 8, 2024 ഒരു രാത്രി 10 മണിയൊക്കെ ആയപ്പോഴത്തേനും വെള്ളമടിച്ചിട്ടായിരുന്നു ആ ഒരു പ്രദീപ് വീട്ടിലോട്ട് വന്നത്. വീട്ടിൽ വന്നതിന് ശേഷം ഫുഡ് എടുത്തു വെക്കാനായിട്ട് വൈഫിനോട് പറഞ്ഞു. അപ്പോൾ ഈ രേഖ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്ക ഗുളിക ഒരു കറിയിൽ മിക്സ് ചെയ്തിട്ട് അയാൾക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ആള് നല്ല രീതിയിൽ ഫുഡ് അടിച്ചു, അതേപോലെ തന്നെ ആ ഉറക്ക ഗുളിക കൂട്ടിയ കറിയും കൂട്ടി കഴിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആൾക്ക് ഉറക്കം വരികയാണ്. ആൾ നേരെ പോയി കിടന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങി. ആള് ഉറങ്ങിത്തുടങ്ങിയതിന് ശേഷം ഈ രേഖ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഫോൺ എടുത്തിട്ട് തൻ്റെ 2 കാമുകന്മാരെയും അലേർട്ട് ചെയ്തു. അതായത് ഹസ്ബൻഡ് ഇതേപോലെ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട്, കുറച്ച് നേരം കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താമെന്നുള്ള കാര്യം പറയുകയാണ്. പിന്നീട് കുട്ടികളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളും കിടന്നുറങ്ങി. അപ്പോൾ ആ ഡോറും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്തു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർ 2 പേരും വീട്ടിലോട്ട് വരികയാണ്. ഏകദേശം ഒരു 1 മണിയൊക്കെ ആയപ്പോൾ അവർ 2 പേരും കൂടെ വീട്ടിലോട്ട് വരികയാണ്. കോടാലിയും കത്തി തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളൊക്കെ ആയിട്ടായിരുന്നു അവർ വന്നത്. പിന്നീട് അവർ ആ ഒരു പ്രദീപിനെ എന്താ പറയുക കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം എന്താ പറയുക ദേഹം മുഴുവൻ വെട്ടി പരിക്കേൽപ്പിക്കുകയാണ്. യാതൊരു തരത്തിലും അയാൾ സർവൈവ് ചെയ്യരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് അവർ അത്ര ക്രൂരമായിട്ട് ആ കൊലപാതകം നടപ്പാക്കിയത്. ഇവർ 2 പേരും കൂടെ 31 വെട്ടാണ് അയാളെ വെട്ടിയത്. ഇതൊക്കെ നടക്കുന്ന സമയത്ത് രേഖ ഇതെല്ലാം തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കൃത്യം നടത്തിയതിന് ശേഷം രാജുവും സോനുവും വീട്ടിൽ നിന്ന് എസ്കേപ്പായി. രേഖയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നു. ഏകദേശം ഒരു 6 മണി വരെ ഇരുന്നു. പിന്നീട് 6 മണിയൊക്കെ ആയപ്പോൾ ഒച്ചയും ബഹളമൊക്കെ എടുത്തു. പിന്നീട് ഡ്രാമ തുടങ്ങി. അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. അവരവിടെ നിലമുറയിട്ട് കരഞ്ഞു. അതേപോലെ തന്നെ നാട്ടുകാർ ഓടിയെത്തി, പോലീസുകാർ വന്നു. പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഇവർ തന്നെയാണ് ഇതിൻ്റെ ബാക്കിലുള്ളതെന്നുള്ളതും പോലീസുകാർ കണ്ടെത്തുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.